സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആവേശത്തിലാണ് തലസ്ഥാനം. 154 പോയിന്റുമായി കണ്ണൂരാണ് ആദ്യ ദിനത്തിൽ മുന്നിലുള്ളത്. രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. രാഹുൽ, കണ്ണൂരാണ് ആദ്യ ദിവസം മുന്നിലുള്ളത്. എങ്ങനെ പുരോഗമിക്കുന്നു മത്സരങ്ങളൊക്കെ? അത് തന്നെയാണ് മോത്തി. അതായത് കണ്ണൂർ തന്നെയാണ് നിലവിൽ ഇപ്പോൾ മുന്നിലുള്ളത്. കണ്ണൂരും കോഴിക്കോടും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കഴിഞ്ഞ തവണ ഒരു ക്ലൈമാക്സിലേക്ക് പോയപ്പോൾ ഈ കപ്പിലും ചുണ്ടിനിടയിലായിരുന്നു മത്സരം. ആ തവണ കണ്ണൂർ കൊണ്ടുപോയി. ആ ഒരു മത്സരം തന്നെയാണ് കാണുന്നത്. ആ ഒരു ആവേശവും എല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ മലപ്പുറത്ത് നിന്നുള്ള ഒപ്പന ടീമുണ്ട്, മണവാട്ടിയുണ്ട് നമ്മുടെ ഒപ്പം. മണവാട്ടിയുടെ ആദ്യം ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ ഇവരുടെ ടീമിന്റെ രക്ഷാധികാരി നമ്മുടെ ഒപ്പം ഉണ്ട്. രക്ഷാധികാരി കൈമാറാം. മണവാട്ടിയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്താണ്? അല്ല ഹൈലൈറ്റ് എന്താണ് ഒപ്പനയില്? തിരിച്ചു കാണിച്ചേ. അപ്പൊ നമുക്ക് ഇവരുടെ ഈ ടീമിന്റെ രക്ഷാധികാരി മലപ്പുറം റിപ്പോർട്ടർ അതുകൊണ്ട് സ്കൂളിൽ പരിചയപ്പെടുത്തും. ഒപ്പം നമ്മുടെ കോട്ടയത്തെ റിപ്പോർട്ടർ ഷിനോജും ഉണ്ട്. അപ്പൊ രണ്ടുപേരും ടീമിനെ ഏറ്റെടുക്കാൻ പോകും. ഈ സ്കൂളിലെ പിള്ളേർ മലപ്പുറത്തെ പിള്ളേരാ. സ്കൂളിന്റെ പേരെന്ന് പറഞ്ഞേ നമ്മളെ പിള്ളേരാണ്. എടരിക്കോട് PKMHSലെ പിള്ളേരാണ്. നമ്മളെ മലപ്പുറത്ത് നിന്ന് വരുമ്പോഴേ ഫുൾ സെറ്റ് ആയിട്ടാവുന്നത്. ഇനിയും മലപ്പുറത്തിന്റെ ഐറ്റംസ് കുറെ കാണാനുണ്ട്. അതിലൊരു ഐറ്റം മാത്രമാണ് നമ്മളെ പിള്ളേര്. നിങ്ങൾ കളിച്ചു? നന്നായി കളിച്ചു. നിങ്ങൾക്ക് ഈ നാണം കൂടുതലുള്ള ആരാ? മണവാട്ടിക്കാണോ? ആ നാണോ നെട്ടെ കവളിൽ പിടിക്കുന്ന സാധനമൊക്കെ ഇല്ല. എപ്പോഴും ഈ തുടക്കത്തിൽ ഇങ്ങനെ ചെവിയിൽ രഹസ്യം പറയല്ലോ. എന്താണ് പറയുന്നത്? രഹസ്യം പറയുമല്ലോ നിങ്ങള്. എന്താണ് ആ രഹസ്യം? സീക്രട്ട് പറയാൻ പറ്റില്ല. നമ്മൾ ഒപ്പന കളിക്കുമല്ലേ? അപ്പം ഒപ്പന കളിച്ചിട്ടാ ബാക്കി. അപ്പൊ തുടങ്ങുമല്ലേ? ഓക്കെ, തുടങ്ങിയാലോ? ചുമൈതപ്പോൾ മലർ പിവിപ്പാകി ഹരിരിന്റെ ചമയങ്ങൾ നിരവധിലങ്ങളാ. നമ്മെ മനം നലർത്തപ്പോൾ നാനാവിധം പൊന്നിൽ നിറഞ്ഞുള്ള മലമറിൽ തൂങ്കലാ. തിങ്കളുതി മസലായ ഫിസമ തൂമണ്ണം മനം തിങ്കു ഫിറുദോസിനകമാ. ഊതരെ ബതുലല്ലേ തുനവിനുവകമാ. ജിയതിൽ തഞ്ചിയാകെ ഗജബുകൾ അവിടമില്ലല്ല തല്ലുവാകയാ. മുഖം കുത്തി മുഖമില മുഞ്ചിൽ വളകളും മുന്തിയ മോതിരങ്ങൾ കയ്യിലാ. കരമകിലും കരമതിലായി നിറമൊഴുകുന്നൊരു മലരാണി. കിസ ചൊല്ലും രാവിൽ ചിന്താരേ. ബീവിയിൽ ഇത് മറ്റ് അലിയിൽ പൊന്താരേ. എതിർമണികൾ ഹസൻ ഹുസൈനും ചേർന്നിടും കസരകമിന്നാരേ. കൈതീർക്കത്തു മംഗലമീരാവേ. എമ്പാടും ഇതൾ വിരിഞ്ഞാടും ഖുഷിയാണ്. കോടിടും ജന്ന സ്വാലിഹ് ജിന്നും ഇൻസും ഒന്നായി അകം പോകെ പാടും ബൈത്തല്ലേ. കോഴികളിസലാൽ മർഹബ പാടി തോഴന് ചുറ്റും മർഹബ തേടി പുതുനാരിയാകം പൂക്കാറാ. പുതുമയിൽ തമമാക്കി പുതുനാരി ബാരകയേകി കാമിലത്താക്കി മർഹബാ. ഹായ് കാമിലത്താക്കി മർഹബാ മദ്ഹായി. കാമിലത്താക്കി മർഹബാ. ഇതാണ് നിങ്ങളുടെ ഒപ്പന പാട്ടല്ലേ? ഈ മണവാട്ടി മണവാളപ്പം എത്തും. മണവാളൻ കാത്തിരിക്കോ? നിങ്ങള് എന്നാ പോകുന്നത് തിരിച്ച്? ഞങ്ങള് നാളെ പോകും. റിസൾട്ട് അറിഞ്ഞോ? ഗ്രേഡ് അറിഞ്ഞോ? ഇല്ല. ഗ്രേഡ് എന്തായാലും ഫസ്റ്റ് അടിക്കും. എന്തായാലും അടിക്കും. നിങ്ങളുടെ സ്കൂളിൽ എടരിക്കോട് PKMHS. ഈ എനർജി ഒരു അപാര എനർജി അല്ലേ? നമ്മുടെ സ്റ്റേജിൽ കളിക്കുന്ന സമയത്ത് ഈ എനർജി കാലങ്ങളുള്ള എനർജിയാണ്. അതെ തന്നെ. മലപ്പുറം പറഞ്ഞു. അരുണ പറഞ്ഞ ഒന്ന് കൈ അടിച്ചേ. പാട്ട് പാടി വരുന്നത് രണ്ടുപേരും പാടി. അരുണ പറഞ്ഞ കൈ അടി. രണ്ടുപേരും പാടി. പാരിൽ പകീട്ടു പാരിൽ പകീട്ടോടെ പാറിയിടും ഫാത്തിമ. പാരീര നേരമിൽ കെണിയിടും ഫാത്തിമ.
ഭാര്യയൊത്തിത പോയിടുവാൻ പിതാവിലലിഞ്ഞു പാലനം ചെയ്തിടൻ രാവിലെ നീങ്ങിടൻ പാതിയ ഹുബിൽ പൂതി കവിഞ്ഞതാ കവിഞ്ഞാരോ ഹരീസും ഈ മണവാട്ടിമാര് മന്ദസ്മിതമാണ് വരുന്നത്. നിങ്ങളത് കൈയോട്ട് കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുക എന്ന് മനസ്സിലായില്ലേ? ഇതിപ്പോ എത്ര മാർക്ക് കൊടുക്കാം? എത്ര മാർക്ക് കൊടുക്കാം? റിപ്പോർട്ടർക്ക് എത്ര മാർക്ക് കൊടുക്കാം? ഫുൾ മാർക്ക് കൊടുക്കാം. ടീച്ചറുണ്ട്. സൂപ്പർ, അടിപൊളി. എന്റെ കൈയടിയാണ് ഇഷ്ടപ്പെട്ട ഇവന്റെ കൈയടിയാണ്. അത് പിന്നെ മലപ്പുറംകാരനല്ലേ, അതിന് എന്തായാലും അനന്തപുരിയുടെ ഒരു വൈബ് എങ്ങനെയുണ്ട്? മലപ്പുറത്ത് നിന്ന് വന്നു പങ്കെടുക്കാൻ വന്നു എങ്ങനെ? അത് ഞങ്ങളെ മലപ്പുറം തന്നെയാണ് ദി ബെസ്റ്റ്. എങ്ങനെ പോയാലും മലപ്പുറം ഇതുവരെ കപ്പടിക്കാൻ പറ്റിയില്ല, ഇപ്രാവശ്യം അടിക്കാവുന്നതാണ്. ഞങ്ങള് 11 ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കാം. അതിൽ 10 ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ സിംഗിൾ ഐറ്റംസ് വേറെ ഉണ്ട്. അപ്പൊ അനന്തപുരിയോട് കുറച്ച് ഇഷ്ടം വന്നു കഴിഞ്ഞാൽ കപ്പ് തരുന്ന കാര്യം ഞങ്ങളും ആലോചിക്കാം. ഓക്കെ, ഞങ്ങൾ വാങ്ങും. അവസാനം ഒരു ആവേശം കാണിച്ചിട്ട് പിരിയാം. എന്താ എന്തെങ്കിലും ഒരു ആവേശം കാണിക്കും. മലപ്പുറത്തിനൊരു ഒരു ഐറ്റം കൂടെ ആയിരുന്നെങ്കിൽ അത് തന്നെയാണ് വരുന്ന എല്ലാവരും പിന്നീട് ചിന്തിക്കുന്നത് ആ സ്വർണ്ണ കപ്പിലേക്കുള്ള യാത്രയിലേക്കാണ്. ജില്ലയ്ക്ക് തന്നെ കിട്ടണം. പിന്നീട് അവർ ആർപ്പ് വിളിക്കുന്നത് അവരുടെ സ്കൂളിന് വേണ്ടി തന്നെയാണ്. അപ്പൊ അത് തന്നെയാണ് വൈബ്. ഏത് സ്ഥലത്തെത്തിയാലും തങ്ങളുടെ ഐറ്റം, തങ്ങളുടെ ഇനം, തങ്ങളുടെ കലോത്സവ കാഴ്ചകൾ, മത്സരങ്ങളൊക്കെയായി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗംഭീരമായ ഒപ്പന ഇപ്പോൾ കണ്ടു. ഞങ്ങളുടെ പ്രതിനിധികളായ 2 പേർ ഷിനോജും അരുണും ഒപ്പം ഒപ്പന കളിച്ച് ചെറിയ സ്റ്റെപ്പൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ട്.